ഖുർആൻ പറഞ്ഞത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചത് എന്നെ മാത്രം ലോകത്തിന് നാഥനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് മാനവരാശിയെ സൃഷ്ടിച്ചത് എന്ന് ഖുർആൻ പറയുമ്പോൾ ആ ഉത്തരവാദിത്വമാണ് സകല മനുഷ്യരും നിർവഹിക്കേണ്ടത്. നമ്മുടെ എല്ലാം സട്ടാവായ ഏകനായ നാഥനെ മാത്രം ആരാധിക്കുക. നമ്മെ സൃഷ്ടിച്ച കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള കാതും സംസാരിക്കാനുള്ള നാവും പ്രവർത്തിക്കാനുള്ള കൈകളും നടക്കുവാനുള്ള കാലുകളും ചിന്തിക്കുവാനുള്ള ബുദ്ധിയും പുടക്കുന്ന ഹൃദയവും രക്തചംക്രമണ വ്യവസ്ഥയും അത്ഭുതകരമായ ആമാശയ സംവിധാനങ്ങളും തുടങ്ങി നാം ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന മാതാപിതാക്കളെയും രക്ഷിതാക്കളെയും ഇണകളെയും മക്കളെയും ഉറ്റവരെയും ഉടയവരെയും ജീവിത സൗകര്യങ്ങളും ജോലിയും കാറും വാഹനവും വീടും ഭക്ഷണവും വെള്ളവും വെളിച്ചവും വായുവും നമുക്ക് നൽകിയ ഏകനായ സട്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ. അവന്റെ മുന്നിൽ മാത്രമേ സ്വന്തത്തെ സമർപ്പിക്കാവൂ. അവൻ നമ്മോടൊപ്പമുണ്ട്. അവന്റെ സഹായവും അവന്റെ ഇഷ്ടവും അവന്റെ പരിഗണനയും. മതമേതായാലും മനുഷ്യൻ നന്നായി പോരെ. എന്താ പേര്? സിംജിത്ത്. സഞ്ജിത്ത് അല്ലേ? സിംജിത്തിന്റെ ചോദ്യം, മതം ഏതായാലും മനുഷ്യൻ നന്നായ പോരെന്നാണ്. ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ പോരാന്നാണ്. കാരണം മതം ഏതായാലും മനുഷ്യൻ നന്നാവൂല. മതമായാലേ മനുഷ്യൻ നന്നാവൂ. ഞാൻ നേരത്തെ അവിടെ സൂചിപ്പിച്ചു, വ്യത്യസ്തങ്ങളായ മതങ്ങൾ നമുക്കിടയിലുണ്ട്. ഇതൊക്കെ അതേപോലെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ പോരെ എന്നുള്ള വാദങ്ങൾ നമുക്കിടയിൽ സജീവമായി നടന്നുകൊണ്ട് ഏത് മതം സ്വീകരിച്ചാലും കുഴപ്പമില്ല, മനുഷ്യന്മാർ നന്നായാൽ മതി. കേൾക്കുമ്പോൾ വളരെ രസമുള്ള അല്ലെങ്കിൽ വളരെ വളരെ നല്ല ഒരു കാര്യമായി തോന്നി പോയേക്കാം. പക്ഷേ അതിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് മതം ഏതായാലും മനുഷ്യൻ നന്നാവൂല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രയെത്ര മതങ്ങളുണ്ട്. ഇതൊക്കെ ഒരേ സമയം എങ്ങനെ ഒന്നാവുക, ഒരേ സമയം എങ്ങനെ ശരിയാവുക, ഒരേ സമയം എങ്ങനെ മോക്ഷത്തിലേക്ക് നയിക്കുക? ശുദ്ധ ഏകദൈവാരാധന പഠിപ്പിക്കുന്ന മതം ഒരു ഭാഗത്ത്, തൃത്വവാദം മുന്നോട്ട് വെക്കുന്ന 3 ദൈവ സങ്കല്പങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു മതം ഇവിടെ, മറ്റൊരു ഭാഗത്ത് ഒട്ടനവധി ദൈവവിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന പരകോടി ദൈവസങ്കല്പങ്ങൾ വെച്ച് പുലർത്തുന്ന മതം അവിടെ. എങ്ങനെയാണ് ഇവ 3ഉം ഒരേ സമയം ഒന്നാവുക? ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈത ദർശനം ഒരു ഭാഗത്ത്, സൃഷ്ടിയും സട്ടാവും ഒന്നാണ്, അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന വാദം ഒരു ഭാഗത്ത്, സൃഷ്ടിയും സട്ടാവും ഒന്നല്ല രണ്ടും രണ്ടാണ് എന്ന ദ്വൈതാചാര്യനായ ശ്രീ മാധ്വന്റെ വാദം ഒരു ഭാഗത്ത്, ഇതിന്ന് രണ്ടിന്നും വ്യത്യസ്തമായി ശ്രീ രാമാനുജന്റെ വിശിഷ്ടാദ്വൈതം മറ്റൊരു ഭാഗത്ത്. ഇത് 3ഉം ഒരേ സമയം എങ്ങനെ ശരിയാവും, മോക്ഷം നൽകും? ഒരു ഭാഗത്ത് മരണത്തിന് ശേഷം പരലോകമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന മതം ഇവിടെ, മറ്റൊരു ഭാഗത്ത് മരണത്തിന് ശേഷം പുനർജന്മമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന വീക്ഷണങ്ങൾ. എങ്ങനെയാണ് ഇത് രണ്ടും ഒരേ സമയം ഒന്നാവുക, ശരിയാവുക, മോക്ഷത്തിലേക്ക് നയിക്കുക? അപ്പൊ ചില ആളുകൾ പറയും, എന്തിനാപ്പ അതൊക്കെ നമ്മൾ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്, ഉണ്ടാതെ അങ്ങനെ എല്ലാം ശരിയെന്ന് പറഞ്ഞു നടന്നാൽ പോലെ എന്നാണ്. ഇപ്പൊ 2 കുട്ടികൾ തമ്മിൽ ഒരു ചെറിയൊരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് കരുതിക്കൊണ്ട്, ഒരുത്തൻ പറയാണ് 2ഉം 2ഉം 5, മറ്റവൻ പറഞ്ഞു പോടാ 5 അല്ല 2ഉം 2ഉം 3. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ കുറച്ച് കണക്കൊക്കെ അറിയുന്ന, കണക്കിൽ 100ൽ 90 മാർക്കുള്ള ഒരുത്തൻ അങ്ങനെ കടന്നു വന്നു. മറ്റൊരുത്തൻ കുറച്ചവരെക്കാളും മുതിർന്ന ഒരാൾ, എന്താടാ പ്രശ്നം? ഒരുത്തൻ പറയുമ്പം വരാ 2ഉം 2ഉം 5. അല്ല, ഇവൻ പറഞ്ഞു 2ഉം 2ഉം 3. അപ്പോ ഇയാള് പറയാണ് കുഴപ്പമില്ല, 2ഉം 2ഉം 5 2ഉം 2ഉം 3, കുട്ടികൾ പോയിക്കൊള്ളി. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ കണക്ക് പഠിക്കില്ല, കുട്ടികളുടെ കണക്ക് കണക്കായിരിക്കും. അതേസമയം കണക്കറിയാവുന്ന, ഗണിതശാസ്ത്രം അറിയാവുന്ന ഇദ്ദേഹം എന്തു പറയും? സഹോദര, 2ഉം 2ഉം 5 അല്ല, 2ഉം 2ഉം 3 അല്ല, 2ഉം 2ഉം 4. ഇത് മാത്രമേ ശരിയാവൂ, ഇത് മാത്രമേ ഗണിതശാസ്ത്രത്തിന്റെ സത്യങ്ങൾ പഠിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് ലോകത്ത് ഏതാണ് ശരിയായ മതം എന്ന് പഠിപ്പിക്കേണ്ടത് ഏകനായ സട്ടാവാണ്. അവനിലേക്കെത്താൻ, അവന്റെ മോക്ഷവും തൃപ്തിയും നേടാൻ, സ്വർഗം നേടാൻ, നിത്യജീവനിൽ പ്രവേശിക്കാൻ ഏതു മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്ന് അവൻ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച മാർഗത്തിലൂടെ മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ മോക്ഷം സാധ്യമാകുകയുള്ളൂ. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കാൻ പറ്റൂ. എങ്കിൽ മാത്രമേ കൃത്യമായി സട്ടാവിനെ മനസ്സിലാക്കാനും, അവന്റെ മാർഗത്തെ മനസ്സിലാക്കുവാനും, അവൻ പഠിപ്പിച്ച പരലോകത്ത് മനസ്സിലാക്കുവാനും, അവൻ പഠിപ്പിച്ച നിയമനിർദ്ദേശങ്ങൾ അറിയുവാനും ജീവിതത്തിൽ പകർത്തുവാനും ആവുകയുള്ളൂ. അത് ഏതാണ് എന്നറിയുവാനുള്ള പഠനമാണ്, ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് നടക്കേണ്ടത്. അതല്ലാതെ അതും ശരി ഇതും ശരി എല്ലാം ശരി എന്ന കാഴ്ചപ്പാടെന്ന് മാറി ഏതാണ് ശരി എന്ന് ഇവയെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് കണ്ണും കാതും കൽബും തുറന്നു പഠിക്കുക. ഏതാണ് സത്യം, ഏതാണ് ശരി, എന്താണ് ദൈവത്തെക്കുറിച്ച് ഇവക്ക് ഓരോന്നിനും പറയുവാനുള്ളത്, അതിലേറ്റവും ദൈവികമായി ഏറ്റവും കൃത്യമായി പഠിപ്പിക്കുന്ന ഭാഗമേത്, എന്ത് ഏത് എന്നൊരർത്ഥത്തിലുള്ള പഠനം
അനിവാര്യമാണ്. അതുകൊണ്ട് ഏകനായ സട്ടാവിലേക്ക് എത്തിക്കുന്ന മാർഗമാണ് ശരിയായ മതം. ആ മതം ഏതെന്ന് അവൻ പഠിപ്പിച്ചു. ആ മതം മാത്രമേ മനുഷ്യനെ നന്നാക്കൂ. ആ മതം മാത്രമേ മനുഷ്യനെ മോക്ഷത്തിലേക്ക് എത്തിക്കൂ. ആ മതം മാത്രമേ മനുഷ്യനെ സമ്പൂർണമായും പരിപൂർണമായും അവന്റെ മനസ്സിനെയും അവന്റെ ദിശണകളെയും പരിവർത്തിപ്പിക്കൂ. അതറിയാൻ, അത് പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അത് മാത്രമേ ശരിയുള്ളൂ എന്ന തിരിച്ചറിവിലേക്ക് വരികയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള പഠനം എന്റെ വിഷയ വിശദീകരണത്തിലുമെല്ലാം, എന്റെ ചോദ്യത്തിന്റെ വിശദീകരണങ്ങളിലെല്ലാം നിങ്ങൾക്കത് മനസ്സിലാകും, നിങ്ങൾക്കത് ബോധ്യപ്പെടുമെന്നാണ് സൂചിപ്പിക്കേണ്ടത്. ഇവിടെ എഴുതി കിട്ടിയ ഒരു ചോദ്യമുണ്ട്. നൂറ്റാണ്ടുകളായി അനുഷ്ഠിച്ചു വന്നിരുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും തെറ്റാണെന്ന് എനിക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? ബിജു വടകര. ഒന്ന് സഹോദരങ്ങളെ, വളരെ പ്രസക്തമാണ് സഹോദരൻ ബിജുവിന്റെ ചോദ്യം. നൂറ്റാണ്ടുകളായി അനുഷ്ഠിച്ചു വന്ന ആചാരങ്ങളെല്ലാം എങ്ങനെ തെറ്റാണെന്ന് എനിക്കെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പിതാവ് ഒരു തെറ്റ് ചെയ്തതുകൊണ്ട് ഞാനും ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ മുൻഗാമികൾ ഒരു തെറ്റ് ആവർത്തിച്ചു വരുന്നു, അത് നമ്മളും ഏറ്റുപാടുന്നു. കൃത്യമായ തെളിവുകളും പച്ചയായ സത്യങ്ങളും പഠിപ്പിക്കുന്നത് അത് തെറ്റാണ് എന്നാണെങ്കിൽ എങ്ങനെയാണ് സത്യത്തോട് കൂറുള്ള, സത്യത്തോട് ഇണക്കമുള്ള, സത്യാന്വേഷിയായ ഒരു മനുഷ്യന് ആ തിന്മ, തെറ്റ് ആവർത്തിക്കാനാവുക? ഒരിക്കലും കഴിയില്ല. ശാസ്ത്രലോകത്തെ എന്തെല്ലാം പഠനങ്ങൾ, ചിന്തകൾ, ഒരു കാലത്ത് ശാസ്ത്രം കണ്ടെത്തിയ, തുറന്നു പറഞ്ഞ ചില സത്യങ്ങൾ, അത് തെറ്റാണെന്ന് പിന്നീട് നമ്മൾ പഠിക്കുന്നു, അറിയുന്നു, നമ്മൾ തിരുത്തുന്നു. അങ്ങനെ ഓരോന്നും സ്കൂളിൽ നമ്മൾ പഠിച്ച, മുൻകാലങ്ങളിൽ പഠിച്ച പലതും 10ാം ക്ലാസ് എത്തിയപ്പോ നമ്മൾ തിരുത്തി പഠിക്കുന്നു. അതേപോലെ ഇപ്പോ ഡിഗ്രി കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് എടുത്തപ്പോ പല അറിവുകളും നമ്മൾ തിരുത്തി പുതിയ പുതിയ അറിവുകൾ നേടിയെടുക്കുന്നു. ലോകം അങ്ങനെ ഈ രംഗത്ത് മിഥ്യാധാരണകളെ തിരുത്തി ശരിയായ അറിവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഭൗതികമായ തലങ്ങളിലുള്ള അറിവുകളുടെ അവസ്ഥ. എന്നാൽ ശരിയായി സട്ടാവിനെ പഠിപ്പിക്കുകയും ആ സട്ടാവിലേക്ക് എത്തിച്ചേരുവാനുള്ള ആചാരാനുഷ്ഠാന കർമ്മങ്ങൾ ഏത് എന്ന് കൃത്യമായി സട്ടാവ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. എന്നാൽ കാലാന്തരത്തിൽ പലരും ഈ അടിസ്ഥാന തത്വചിന്തയിൽ എന്ന ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി. ഖുർആൻ പറഞ്ഞു, 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 213-ാമത്തെ വചനം, كان الناس أمة واحدة فبعث الله النبيين مبشرين ومنذرين وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه. ജനങ്ങൾ ഒറ്റ സമൂഹമായിരുന്നു, അവർ ഒറ്റ സമൂഹമായിരുന്നു. അവർക്കിടയിൽ അടിസ്ഥാന വിശ്വാസ ആചാരാനുഷ്ഠാന കർമ്മങ്ങളിൽ ഭിന്നത വന്നപ്പോ, അഭിപ്രായ അനൈക്യമുണ്ടായപ്പോ ശരിയായ ആശയത്തിലേക്കും ആദർശത്തിലേക്കും അവരെ കൊണ്ടുവരാനാണ് പ്രവാചകന്മാരുടെ വേദഗ്രന്ഥങ്ങളുടെ നിയോഗം ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അങ്ങനെ ഓരോ പ്രവാചകന്മാർ വരികയും വേദഗ്രന്ഥങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തപ്പോ അതിനനുസരിച്ച് പരിവർത്തിതമായൊരു ന്യൂനപക്ഷം കാലാന്തരത്തിൽ പിന്നെയും ആ അടിസ്ഥാന ശൈലിയിൽ നിന്ന് വ്യതിചലിച്ചു പോയി പൗരാണിക സമൂഹത്തിന്റെ വികൃതമായ വിശ്വാസാചാരങ്ങളിലേക്ക് പോയ ആളുകൾ. പിന്നെയും പ്രവാചകന്മാരുടെ നിയോഗങ്ങൾ, വേദഗ്രന്ഥങ്ങളുടെ അവതരണങ്ങൾ, ഇത് ലോക ചരിത്രത്തിൽ നിരന്തരമായി നടന്നു. ഇനിയൊരു വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെടാനില്ല, ഇനിയൊരു പ്രവാചകൻ ലോകത്ത് കടന്നു വരാനില്ല. അവസാനത്തെ വേദഗ്രന്ഥമായി വിശുദ്ധ ഖുർആനിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അവസാനത്തെ പ്രവാചകനായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ. 33-ാം അധ്യായം അഹ്സാബിന്റെ 40-ാമത്തെ വചനം. അതുകൊണ്ട് വളരെ തുറന്ന മനസ്സുമായി കൊണ്ട് എന്താണ് ശരിയായ വിശ്വാസം, ആചാരാനുഷ്ഠാനങ്ങളെന്ന് കൃത്യമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പഠിക്കാൻ, മനസ്സിലാക്കാനുള്ള സന്മനസ്സുണ്ടാവണം. ആ ഒരു സത്യാന്വേഷണ തൃഷ്ണയാണുള്ളതെങ്കിൽ ഇതുവരെ താൻ മനസ്സിലാക്കിയ തെറ്റുകളെ തിരുത്താനും താൻ അനുഷ്ഠിച്ചു വന്ന വികലമായ വിശ്വാസങ്ങളെ തിരുത്താനും ഏതൊരു മനുഷ്യനും മനസ്സുണ്ടാകുമെന്നതാണ് ആ രംഗത്തുള്ള ഒരു പച്ചയായ സത്യമെന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രോഗ്രാം ഇത്രയും നേരം മതം മാനവമോക്ഷത്തിന് എന്ന മർമ്മപ്രസക്തമായ വിഷയ വിശദീകരണം നിങ്ങൾ ശ്രവിച്ചു. അതുമായി ബന്ധപ്പെട്ട പ്രസക്തമായ ചില ചോദ്യങ്ങളും അതിന്റെ വിശദീകരണങ്ങളും നിങ്ങൾ കേട്ടു. അതോടൊപ്പം തുടർന്ന് എന്തുമാത്രം നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നറിയുവാനുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമെന്നോണമുള്ള ഈ സമ്മാനദാനത്തിനും നമ്മൾ സാക്ഷികളായി. ഇവിടെ ഈ പ്രോഗ്രാം അവസാനിക്കുകയാണ്. അതിനു മുമ്പ് ഒന്നുകൂടെ ഉണർത്താനുള്ളത്, സഹോദരങ്ങളെ,
ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് വിട പറയേണ്ടവരാണ് നമ്മൾ. മരിച്ചു പോവേണ്ടവരാണ്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നത് ഒരു പച്ചയായ സത്യമാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്നത് എന്തുമാത്രം സത്യമോ, നിങ്ങൾ എന്നെയും ഞാൻ നിങ്ങളെയും കാണുന്നു എന്നത് എന്തുമാത്രം സത്യമോ, എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു എന്നത് എന്തുമാത്രം പച്ചയായ സത്യമോ, അതിനേക്കാൾ പച്ചയായ സത്യമാണ് മരണവും മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതവും. നാളെയുടെ ലോകം, അന്ന് നമുക്ക് മോക്ഷം ലഭിക്കണമെങ്കിൽ, സ്വർഗം ലഭിക്കണമെങ്കിൽ, നിത്യജീവൻ ലഭിക്കണമെങ്കിൽ ഏകനായ സട്ടാവു അള്ളാഹു പഠിപ്പിച്ച ശുദ്ധ ഏകദൈവാരാധനയും അതോടൊപ്പം തന്നെ പരലോക വിശ്വാസവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള സൽക്കർമ്മങ്ങളുമായിട്ടുള്ള മുന്നോട്ടുള്ള ഗമനമാണ് യഥാർത്ഥത്തിൽ ഏക ദൈവവിശ്വാസവും അതിനനുസരിച്ചുള്ള ജീവിത നടപടിക്രമങ്ങളുമാണ് മനുഷ്യനെ നന്മയിലേക്ക്, സത്യത്തിലേക്ക്, മോക്ഷത്തിലേക്ക് നയിക്കുക. ഇത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഇസ്ലാമിക ഭൂമികയിൽ നിന്നുകൊണ്ട് ഇവിടെ വിശദീകരിക്കപ്പെട്ടു. ഈ സത്യം നിങ്ങളുടെ മുന്നിൽ തുറന്നു പങ്കുവെക്കുകയാണ്. തുടർന്നും നിങ്ങൾക്ക് ഇസ്ലാമിനെ പഠിക്കുവാനും ഇസ്ലാമിനെ മനസ്സിലാക്കുവാനും അടുത്തറിയുവാനും താല്പര്യമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഏത് സമയവും കടന്നു വരാവുന്നതാണ്. ഇവിടെ ഇസ്ലാമിനെ കുറിച്ച് അറിയുവാനും തുടർന്ന് പഠിക്കുവാനുമുള്ള അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ തന്നെയുള്ള സഹോദരൻ അർഷദ് ഖാൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് സമീപിക്കാം. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ ഓഫീസ് ഇതിന്റെ മുകളിലുണ്ട്. അതോടൊപ്പം തന്നെ അൽഖൂസുൽ അൽമനാർ ഖുർആൻ സ്റ്റഡി സെന്റർ ഉണ്ട്. അതോടൊപ്പം തന്നെ ദേരയിലും ബർദുബായിലും ഷാർജയിലും തുടങ്ങി എമിറേറ്റ്സിൽ ഈ UAE-യിലെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററുകളുണ്ട്. നാട്ടിലാണെങ്കിൽ നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഹെഡ് ഓഫീസായ എറണാകുളം വൈറ്റില, അവിടെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. ഇസ്ലാമിനെ അടുത്തറിയുവാൻ ഒട്ടനവധി ഇസ്ലാമിക സൈറ്റുകളും വെബ്സൈറ്റുകളും നിങ്ങൾക്ക് ഇവിടെയുള്ള പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് മനസ്സിലാക്കാവുന്നതാണ്. എന്തായിരുന്നാലും ഇസ്ലാമിനെ പഠിക്കുവാനുള്ള താല്പര്യമുള്ള സഹോദരങ്ങൾക്ക് പൂർണ്ണമായ അവസരം, നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാഗതം വരളുകയാണ്. അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും CD-കളും ഇവിടെ നിങ്ങൾക്കായി ഇവിടെ ഉണ്ട്. ഈ അവസരങ്ങളെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തണമേ എന്ന് ഗൗരവമായി ഉണർത്തിക്കൊണ്ട് മതം മാനവമോക്ഷത്തിന് എന്ന മർമ്മപ്രസക്തമായ വിഷയം നിങ്ങളുടെ തുറന്ന മനസ്സുകളിൽ സമർപ്പിക്കുകയാണ്. സൃഷ്ടിപരമായി ചിന്തിക്കണമേ, പഠിക്കണമേ. ഇത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, നമ്മുടെ ജീവിത ലക്ഷ്യവുമായി ബന്ധപ്പെട്ട, നമ്മുടെ മോക്ഷവുമായി ബന്ധപ്പെട്ട ഗൗരവമായ ഒരു വിഷയമായതുകൊണ്ട് അതിന്റെ ആത്മാവിനെ തൊട്ടറിയണമേ എന്ന് ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. ലോകങ്ങളുടെ നാഥൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവിക മാർഗവും വെളിച്ചവും സത്യവും മനസ്സിലാക്കാൻ നമ്മുടെ മനസ്സിനെയും ദിഷണയെയും സട്ടാവ് പാകപ്പെടുത്തുമാറാകട്ടെ. ആ മഹിതമായ ആദർശം നെഞ്ചിലേറ്റുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും ജീവിതത്തിന്റെ ഏത് പ്രയാസങ്ങളിലും ആ ആദർശമനുസരിച്ച് ജീവിതത്തെ പരിവർത്തിപ്പിക്കുവാനും അതിന്റെ പേരിൽ നാളെയുടെ ലോകത്ത് ഉന്നതമായ അനുഗ്രഹങ്ങളും മോക്ഷവും നേടിയെടുക്കാൻ ലോകങ്ങളുടെ നാഥൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.